വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. फिर से हम प्रभु के वचन में से मनन करेंगे। എല്ലാവർക്കും ഈ ഡെയിലി മോർണിംഗ് വർഷിപ്പിലേക്ക് സ്വാഗതം. आप सभी को इस प्रतिदिन की सुबह की प्रार्थना सभा में स्वागत करते हैं। എല്ലാ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ ദൈവിക ദൂത് ഈ ചാനലിലൂടെ കിട്ടുന്നുണ്ട്. आप सबको हर दिन आपके लिए आवश्यक प्रभु का संदेश इस चैनल में से हम आपको देते रहते हैं। ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കേൾക്കുന്നവരെല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. हम आपसे ये विनती करते हैं कि अब तक आपने इस चैनल को सब्सक्राइब नहीं किया है तो आप उसे कृपया करना जरूरी ഈ है। മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ये संदेश जो है आप दूसरों के साथ साझा करें। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष देने पाए। ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക വിഷയം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്നാണ്. 11-ാം അധ്യായം 11-ാം അധ്യായം 12 യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം. आज मैं आपके बीच में जो मनन के विषय लेने चाहता हूँ वो यूहन्ना का सुसमाचार उसका 12 अध्याय उसके 35वें आयत है। യേശു കണ്ണുനീർ വാർത്തു. और यहाँ पर इस प्रकार लिखता है कि यीशु रोया। പ്രൈസ് ദി ലോർഡ്. യേശു കണ്ണുനീർ വാർക്കുവാൻ ഒരു കാരണമുണ്ട്. आंसू बहाने के लिए एक कारण है। ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കണ്ണുനീരിന് മറികടക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ കാണുന്നത്. जब हम प्रभु का वचन को पढ़ते हैं तो वहां पर ये बात को हम देख पाते हैं कि यीशु जो है आंसुओं को पार करने वाला परमेश्वर नहीं है। നിങ്ങൾ ബൈബിള് വായിച്ചു നോക്ക്. എവിടെങ്കിലും ഒരു കരച്ചിലുമായി ദൈവസന്നിധിയിലേക്ക് ആരെങ്കിലും നെടുമ്പാട് വീണിട്ടുണ്ടെങ്കിൽ അവരതിന് മറുപടിയുമായിട്ടേ പോയിട്ടുള്ളൂ. आप वचन को पढ़कर देखना, कहीं पर भी कोई भी आंसू बहाकर किसी विषय को लेकर गया है तो वो निश्चय उसका उत्तर पाकर ही गया होगा। നമ്മുടെ ഏതൊരു പ്രാർത്ഥനാ വിഷയത്തിനും ദൈവസന്നിധിയിൽ നാം കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ അതിന് നിശ്ചയമായിട്ടും നമുക്ക് മറുപടി ലഭിക്കും. हमारे कोई विषय निश्चय आंसू बहाकर प्रार्थना करते हैं तो निश्चय परमेश्वर उसके ऊपर उत्तर देगा जरूर। മറ്റ് യാതൊരു സ്ട്രാറ്റജിയും വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പോൾ കണ്ണുനീർ അത് വർക്കൗട്ട് ചെയ്യുന്നു. जब कोई भी योजनाएं या जो भी प्रकार की पद्धति जो है जब काम नहीं आती है आंसू बहाकर प्रार्थना करने वाला उस योजना काम में आता है। എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും കരയാൻ സാധിക്കാത്തവരാരും ഈ ശബ്ദം കേൾക്കുന്നില്ല. मेरे आवाज सुनने वाले आप में से ऐसे कोई नहीं होंगे जो रो नहीं पाता हो। ഒരു പ്രശ്ന പരിഹാരത്തിന് നിങ്ങളുടെ കയ്യിൽ യാതൊരു പരിഹാരവും ഇല്ല. നിങ്ങളുടേതായ യാതൊരു പരിഹാരവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കാം. और हो सकता है कि आपकी समस्या जब होती है तो आपको उस समस्या के प्रति कोई भी प्रकार का सुझाव या कोई भी प्रकार का हल आप देख नहीं पा रहे होंगे। ഒരു കാര്യസാധ്യത്തിനായി നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ പണം ഇല്ലാതിരിക്കാം. हो सकता है कि आपकी कामों को पूरा करने के लिए आपके पास अति आवश्यक धन आपके पास ना हो। ഒരു കാര്യം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അറിയപ്പെടുന്നതായ ഉന്നത അധികാരികൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. हो सकता है कि आपके पास आपके कुछ कार्यों को पूरा करके लेने के लिए कुछ अधिकारियों का कोई पहचान आपके पास ना होगा। നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ സാധിക്കാത്ത നിരാശയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. हो सकता है कि आप अपने जीवन में आप स्थिर नहीं रह पा रहे हैं, आपने जो खोया है वो आप हासिल नहीं कर पा रहे हैं, ऐसा एक निराशाजनक अनुभव आपके जीवन में हो जाए। ഇത്രയും നാളും ജീവിച്ചിട്ട് ജീവിതം ഒരു നഷ്ടമായി തീർന്നല്ലോ, ഒരു പരാജയമായി തീർന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. हो सकता है कि आप ऐसे भी सोच रहे हैं कि इतने समय तक मैं जिया हूं लेकिन मेरा जीवन एक पराजय है, मेरा जीवन एक नष्ट का अनुभव में से जा रहा है।
നിങ്ങൾ ഒരു മാതാവെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പിതാവെന്നുള്ള നിലയിൽ അയ്യോ ഞാനൊരു പരാജയമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യമായിരിക്കാം. हो सकता है कि आप ऐसे भी सोच रहे हैं कि एक माता के नाते मैं एक मेरे जीवन में एक पराजय का कारण बन गया है। ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരു ഭാര്യ എന്ന സ്ഥാനത്ത് എന്റെ ജീവിതം ഒരു പരാജയമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. हो सकता है कि पति के जगह में एक पत्नी के जगह में मैं आमीन एक पराजय का कारण बन चुका है, ऐसा आप सोचकर ऐसे अवस्था में बैठे होंगे। എല്ലാം കൂടെ കണക്ക് കൂട്ടി കിഴിച്ചു നോക്കുമ്പോൾ എന്റെ ലൈഫ് ഒരു ഫെയിലിയർ ആണ് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പരിഹാരമുണ്ട്. और यदि आपके जीवन में आप सब हिसाब-किताब कर देखने के समय में आपको ये नतीजा है कि आपका जीवन पूर्ण रीति से एक पराजय की अवस्था में है, तो आपके लिए एक हल परमेश्वर की उपस्थिति में है। നിങ്ങൾ പ്രൊഫഷണൽസ് ആയിരിക്കാം, നിങ്ങളുടെ പ്രൊഫഷനകത്ത് നിങ്ങളൊരു പരാജയമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. आप किसी भी प्रकार की नौकरी में आप कार्यरत होंगे और उस नौकरी में, उस व्यवसाय में आप पराजित अवस्था में आप पा रहे हैं अपने आप को। ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു പരാജയമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. हो सकता है कि आप ऐसे भी सोच रहे हैं कि एक पासवान होने के नाते, एक सेवक होने के नाते उस क्षेत्र में भी आप पराजित अवस्था में पाए जा रहे हैं। നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം വിജയിക്കേണ്ടവരാണ്, നാം ഓവർകം ചെയ്യുന്നവരാണ്. प्रभु कभी नहीं चाहता कि हम पराजित हो जाएं, परंतु प्रभु हमें यह सिखाता है कि हम सारे कार्यों में हम बढ़कर चढ़ने वाले लोग हैं, हम उसमें जीतने वाले लोग बनना है। നാം സ്വയം പരിശോധിക്കണം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ ചിന്ത കടന്നു വരുന്നു. और इसके कारण से हम अपने आप को हमें जांचना जरूरी है कि किस कारण से मेरे अंदर ऐसी पराजय की विचारों को मैं लेकर आ रहा हूँ। അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്, എവിടെയാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്. तब हमें अपने आप में सोचना जरूरी है कि कहाँ पर मैंने अपना भरोसा रखा है। യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദന പരാജയം ഇല്ല. यीशु मसीह पर भरोसा रखने वाला एक परमेश्वर के बच्चे के जीवन में कभी भी पराजय की बात नहीं आती। പരാജയത്തിന്റെ എല്ലാ അടയാളങ്ങളും ചിന്തകളും നിങ്ങളുടെ ചുറ്റുപാടിലെ സാഹചര്യങ്ങൾ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തിയേക്കാം. സാഹചര്യം പറയും നീ ഒരു ഫെയിലിയർ ആണെന്ന്. और पराजय की विषय या आसपास की परिस्थिति आपके ऊपर दबाव डालती होगी, आपसे ये कहता होगा कि आप निश्चय एक पराजय की बात हैं। അനേക നാളുകൾ ശുശ്രൂഷ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു പരാജയമാണ്, ഇത് വേണ്ടായിരുന്നു ചിന്തിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണുവാനിടയായി. बहुत समय तक सेवकाई करने के पश्चात उनके जीवन में किसी भी प्रकार की संतुष्टि ना पाते हुए एक आमीन एक जीवन पराजय है, ये नहीं चाहिए था, ऐसे कहने वाला एक वीडियो में पिछले दिन में मैं देखने को मुझे अवसर हुआ। ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഗോൾ, നമ്മുടെ വിഷൻ, നമ്മുടെ ചിന്ത, നമ്മുടെ ആശ്രയം എന്താണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. और इस बात पे निर्भर रहता है कि हमारी विचार, हमारा लक्ष्य, ये सब किसके ऊपर आश्रित है। നാം ഒരു ദൈവവേദനാണെങ്കിൽ, ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ ആശ്രയം ക്രിസ്തുവിൽ തന്നെയായിരിക്കണം. അവർ പരാജയപ്പെടത്തില്ല. यदि हम एक प्रभु का एक दास दासी हैं, ये कि यदि हम एक मसीह हैं, तो हमारा सारी भरोसा, आसरा वो मसीह यीशु में रहना है और किसी और पर हम अपने भरोसे या निर्भरता को रख नहीं सकते। നിങ്ങളൊരു പരാജയമാണെന്ന ചിന്ത ശത്രുവായ പിശാച് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു കുറുക്ക് വഴിയോടുകൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടെത്തിക്കും. आप एक पराजय है, ऐसे ऐसी विचारें आपके जीवन में आ रही हैं और आप यदि मसीह पर पूर्ण रीति से भरोसा रखने वाला है, निर्भरता रखने वाले हैं, तो आपको मसीह उस विचारों से, ऐसी सोच में से प्रभु बाहर लेकर आएगा।
ഇവിടെ ഇതാ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണ് ലാസർ. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. और यहाँ पर देखिए हम सबको जानने वाला एक ऐसे चरित्र के विषय में हमने आज पढ़ा है कि लाजर जो है मर चुका था परंतु वो जी उठा। അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ലാസറിനെ കുറിച്ചൊരു വാക്ക് പറയാത്തവർ ചുരുക്കമാണ്. और अद्भुत बातों के विषय में जब बोलने जाते हैं, प्रचार किए जाते हैं, तो लाज़र के बारे में ज़िक्र ना करने वाला लोग बहुत कम पाए जाते हैं। ഇവിടെ സംഭവിച്ചത് എന്താണ്? यहाँ पर क्या हो रहा था? യേശുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഭവനത്തിൽ ഒരു മരണം നടന്നു. യേശു വന്നില്ല. यहाँ पर ऐसा अवस्था में आया है कि यीशु मसीह को बुलाकर कई बार उनके बीच में प्रार्थना और आमीन संगति किया हुआ एक घराने में जब उसके घराने के एक व्यक्ति गुजर जाता है, यीशु मसीह वहाँ पर समय पर पहुँचता नहीं है। അവന് രോഗിയായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ വിവരം അറിയിച്ചിരുന്നു, പക്ഷേ യേശു വന്നില്ല. जब लाज़र बीमार था, तभी यीशु मसीह को उसके बारे में समाचार दिया गया, परंतु यीशु वहाँ पर समय पर नहीं पहुँचता है। അപ്പൊ യേശു മരിച്ചു. മരിച്ചതിന് ശേഷവും യേശു വന്നില്ല. लाज़र का मृत्यु हो गया, परंतु मृत्यु होने के बाद भी यीशु वहाँ पर नहीं पहुँचा। നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുമായിരുന്നു? और यदि हम होते तो आज की तारीख में हम क्या विचार करते थे? എന്തിനു പറയുന്നു, ഈ സൂമിൽ മീറ്റിംഗിൽ കൂടുന്നവര് പോലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറയും, പാസ്റ്റർ എന്നെ ഇതുവരെ ഒന്ന് വിളിച്ചില്ലെന്ന് പറയും. और ज्यादा क्यों कहना है, ज़ूम मीटिंग में ही संबंधित होने वाले लोग यदि किसी भी कारणवश किसी भी परिस्थिति में यदि हम बुला नहीं पाए या उनसे बात नहीं कर पाए तो वे कहते हैं कि पास्टर ने एक बार भी हमें बुलाया नहीं, हमसे बात नहीं किए। ഇനിയും തോംസൺ പാസ്റ്ററുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല, ഇനിയും ഞാൻ അതിനകത്ത് കയറത്തില്ലെന്ന് പറയും. और बाद में ये भी कह देते हैं कि मुझे थॉमसन पास्टर के साथ कोई भी संबंध नहीं रखना है, मैं अभी आगे से मीटिंग में भी नहीं बैठूंगा। പുള്ളി പണ്ട് പോലൊന്നും അല്ല ഇപ്പൊ കേട്ടോ, പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു പറയും. और ऐसे भी बोल देंगे कि पहले ऐसे नहीं थे लेकिन अभी बहुत बदल गया है। കണ്ട ചിലരൊക്കെ ഇങ്ങനെ തല കുലുക്കിക്കൊണ്ടിരിക്കുന്നു, ശരിയാ ശരിയാന്ന്. कई लोग अपने सिर को हिला रहे हैं और कहते हैं कि ये तो सही बात है। എന്തിനു പറയുന്നു, ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയാസ് അത് ഉത്സവമാക്കി ഡിസ്കഷൻസ് ആക്കി തീർത്തേനെ. और ज्यादा क्यों कहना है, आज की परिस्थिति में यदि होता तो सोशल मीडिया में इसके बारे में कई टिप्पणियों को और कई लोग उसको मजाक का कारण बना देते। പറഞ്ഞെന്നെ യേശു കള്ളനാണ്, അവൻ തിന്നാനും കുടിക്കാനും വീട്ടിൽ വന്നത്, അവരാവശ്യം വന്നപ്പോ വന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിത്രീകരിച്ച് യേശുവിനെ എന്തെല്ലാം പറയാമോ അത് മുഴുവൻ പറഞ്ഞേനെ. അങ്ങനെയല്ല ഇപ്പൊ സോഷ്യൽ മീഡിയാസ് നമ്മൾ കാണുന്നത്. और वे लोग ऐसे ऐसे प्रचार कर देते कि यीशु सच बोला जाए तो एक चोर है, वे सिर्फ खाने पीने के लिए उस घर में आया करता था, जब आवश्यकता हुई तो वे नहीं पहुंच पाए। देखिए ऐसे आज की तारीख में जो सोशल मीडिया है ऐसी ही झूठी प्रचार ज्यादातर किए जाते हैं, ऐसी झूठी समाचारों को लोगों के बीच में पहुंचाया जाता है। മാർത്തയും മറിയും രണ്ട് സഹോദരിമാരെ ഇത്രയും നാൾ യേശു കളിപ്പിക്കുമായിരുന്നു എന്ന് പറയും. और मार्था मरियम जो 2 बहनें थी, वो दोनों बहनों को इतने समय तक उनको उनके साथ गलत कर रहे थे, उनको फंसा रहे थे। കാണാൻ രോഗിയായിട്ട് വന്നില്ല, മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞിട്ട് വന്നില്ല, ഒന്ന് ഫോൺ ചെയ്തെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ. और वे ऐसे कहेंगे कारण के रूप में कि जब वे बीमार थे तभी भी वे नहीं आए, मरने के बाद भी 1 दिन हो गया, कई दिन हो गया, अब तक तो भी नहीं आए, एक बार फोन भी कर उनसे बात नहीं करे। എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ, നിനക്ക് വേണ്ടി അവൻ അപ്പോയിന്റ് ചെയ്ത, അവൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു കളയരുത്.
मेरे सुनने वाले, मेरे प्रिय प्रभु के लोगों, यदि आप प्रार्थना करने वाले और परमेश्वर पर भरोसा रखने वाले एक व्यक्ति हैं, तो आपके विषय के लिए परमेश्वर ने एक निश्चित समय रखा हुआ है। ये बात के प्रति आपको जानकार रहना है। ക്രിട്ടിസൈസ് ചെയ്യുന്ന, കുറ്റം പറയുന്ന എല്ലാവരെയും ലജ്ജിപ്പിക്കുവാൻ അവൻ ഒരു ദിവസം നിന്റെ അടുക്കലേക്ക് കടന്നു വരും. आपको, आपकी मजाक करने वाले, आपकी आलोचना करने वाले, ये सभी लोगों को लज्जित कराने के लिए एक समय वो प्रभु आपके पास जरूर उतर आएगा। ഞാൻ പറയാ, യേശു നിനക്ക് വേണ്ടി ഒരു കുറുക്ക് വഴിയിലൂടെ ഒരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. यीशु मसीह आपके लिए एक पर्याय मार्ग को रखकर आपको आशीषित कराने का इस योजना को बनाकर आपको प्रभु ने इस मार्ग में बुलाकर ले आया है। നിന്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിരാശയോടിരിക്കുന്ന ദൈവവേദലെ നിനക്ക് വേണ്ടി ഉത്തമമായതൊന്നും അവൻ കരുതി വെച്ചിട്ടുണ്ട്. आपके दोस्तों के बीच में, आपके आमीन, आपके परिवारजनों के बीच में जब वे लोग आमीन बहुत बढ़ोतरी पाए हैं, वे लोग बहुत उन्नति में चले गए हैं, ऐसे सोचकर निराशा में बैठने वाले, मुझे सुनने वाले प्रिय लोगों, आपके लिए भी परमेश्वर ने एक उत्तम बातों को प्रभु ने नियुक्त कर उस समय के लिए ठहराया है। നിനക്കെതിരായിട്ട് എല്ലാവരും സംസാരിക്കട്ടെ, എല്ലാ മീഡിയാസും ആഘോഷിക്കട്ടെ, എല്ലാ ചാനലുകളും നിനക്കെതിരായി സംസാരിക്കട്ടെ, പക്ഷേ ആകാശം കീറി ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ റൈറ്റ് ടൈമിൽ അത് ചെയ്തിരിക്കും. അവൻ നിശ്ചയിച്ചിരിക്കുന്നു നിന്നെ വിടുവിപ്പാൻ. और आपके विरोध में चाहे कितने भी मीडिया में लोग आपके आलोचना करें, आपके बारे में आमीन टिप्पणियों को दे, परंतु आपको छुड़ाने के लिए, आपको समय पर ऊंचा उठाने के लिए परमेश्वर ने एक निश्चित समय रखा है। उसी समय वो आपको जरूर उद्धार करेगा। നീ ഒരു ഓർഗനൈസേഷനിലായിക്കൊള്ളട്ടെ, ഒരു ഫാക്ടറിയിലായിക്കൊള്ളട്ടെ, ഒരു കമ്പനിയിലായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്യാമെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഒരു മനുഷ്യരിലും നീ ആശ്രയിക്കേണ്ട आവശ്യമില്ല. आप यदि किसी संस्था में काम कर रहे हैं, किसी कारखाने में हो या किसी कंपनी में आपका नौकरी होगा, लेकिन आप उस जिस नौकरी को करते हैं, वो परमेश्वर के लिए मानो आप ऐसे कर रहे हैं, तो आपको उस परिस्थिति में से छुड़ाने के लिए, आपको उन्नति में ले जाने के लिए परमेश्वर ने एक समय ठहराया हुआ है। उस समय पर ज़रूर प्रभु आपको ऊँचा उठाएगा। ഒരുപാട് ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉള്ളവരാണ് ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ നേതാക്കന്മാരും, എല്ലാ സംഘടനകളും, എല്ലാ മനുഷ്യരും. बहुत सारे सीमाएं, बहुत सारे आमीन क्या बोलता है, एक प्रकार के लिमिटेशंस को रखने वाले लोग हैं इस दुनिया में पाए जाने वाले अधिकतर लोग। എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവേദലെ നീ ലജ്ജിക്കേണ്ടി വരത്തില്ല. परंतु प्रभु में आश्रित रहने वाले प्रभु के लोगों, आपको कभी भी लज्जित होने की अवसर परमेश्वर नहीं देता है। തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കേണ്ടി വരത്തില്ല. കാരണം നിന്നെ ആ നിലയിലേക്ക് ദൈവം ഉയർത്തുവാൻ, വളർത്തുവാൻ, അനുഗ്രഹിപ്പാൻ, വിടുവിപ്പാൻ അവൻ ഇറങ്ങി വരും നിശ്ചയം. और आपको आपके जीवन में कभी भी आपके अंदर एक आशीष नहीं होगा, ऐसे सोचकर निराश होने की आवश्यकता नहीं है, क्योंकि आपको छुड़ाने के लिए निश्चय आपका परमेश्वर एक दिन उतर आएगा। ഇവിടെ ഇതാ 4-ാം ദിവസം യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. यहाँ पर देखिए, चौथा दिन यीशु मसीह जो है मार्ता और मरियम के घर पर आ रहा है। യേശുവും ശിഷ്യന്മാരും വരുന്നത് കണ്ട് നാട്ടുകാർ മുഴുവൻ കൂടി. यीशु मसीह और उसके चेले आते देखकर उन गांव के लोग सब वहां पर इकट्ठे हो गए। ആ പ്രൈസ് ദി ലോർഡ്, നാട്ടുകാർ പല കമന്റ്സ് പറഞ്ഞു. ഇവനെ വിടുവിക്കാൻ സാധിച്ചില്ലല്ലോ, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നൊക്കെ വിവിധ നിലയിലുള്ള കമന്റ്സ് അവിടെ പറഞ്ഞ് കേൾക്കാൻ സാധിക്കും.
गांव के लोग कई प्रकार की टिप्पणियों को उस समय में दे रहे थे कि इस भाई को ये यीशु तो बचा नहीं पाए, ऐसे एक क्यों किया है, ऐसी कई बातों को वहां पर कहते हुए उन्होंने आसपास में सुने होंगे। ആ ഇന്നത്തെ കാലത്താണെന്നെങ്കിൽ ലോക്കലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് അവനെ തടഞ്ഞനെ ഇനി നീ ആ വീട്ടോട്ട് പോകണ്ടെന്ന് പറയും. കാരണം ലാസർ മരിച്ചുപോയി, 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. और आज के तारीख में होता तो स्थानीय लोग वहां पर इकट्ठे होकर उनको रोक देते कि अब तो आपको वहां जाने की जरूरत नहीं है, क्योंकि लाजर तो मर चुका है, सिर्फ 2 बहनें रहने वाले जगह में आपको जाना नहीं है। ആ യേശു അവരുടെ അടുക്കൽ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ മാർത്തയ്ക്കും മറിയയ്ക്കും യാതൊരു പ്രത്യാശയുമില്ല. ലാസറിനെ മടക്കി ലഭിക്കുമെന്ന്. और यीशु मसीह जब उनके पास जाकर उनसे जब बात कर रहे हैं तो लाजर की जो बहनें हैं मार्ता और मरियम जो है, उनको किसी भी प्रकार की आशा नहीं थी कि यीशु मसीह उनके भाई को लौटा कर दे सकता है। ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമ്മളിൽ പലർക്കും അങ്ങനെയാണ്. പ്രാർത്ഥിച്ചാൽ ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല ചിന്തിക്കുന്ന പലരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. और हम एक जगह पर कह देते हैं कि हमें परमेश्वर पर विश्वास है, परंतु आज बैठे हुए कई लोग ऐसे हैं कि इस प्रकार से बोल देते हैं कि प्रार्थना करने के बावजूद भी जो नष्ट हुआ है उसे हम प्राप्त नहीं कर पाएंगे। ആദ്യം ആ ഒരു ചിന്ത, ആ ഒരു നിരാശ, ആ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയണം. पहले ऐसी एक निराशा की बातों को, ऐसे नकारात्मक बातों को हमारे जीवन से हमें निकाल कर फेंकना है। നമ്മൾ വിശ്വസിക്കണം, എന്റെ ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്, കർത്താവിന് അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. हम ये बात में विश्वास करना है कि मेरे हर परिस्थिति में मेरा परमेश्वर मेरे जीवन में काम कर सकता है, और ऐसे विश्वास करना है और उसी विश्वास से हमें प्रार्थना भी करना है। സ്വന്തം സഹോദരി യേശുവിനോട് പറയുക, ഇനി നീ അങ്ങോട്ട് പോകണ്ട, നാറ്റം വെച്ചു, ഇനി അത് കഴിഞ്ഞു, ഇനി പ്രൈസലോട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യേണ്ട എന്നൊരു ചിന്തയാണ് മാർത്തയും മറിയയും യേശുവുമായി പങ്കുവയ്ക്കുന്നത്. मार्था और मरियम जो है यीशु मसीह से इस प्रकार से कह रहा था उस समय कि वहां पर अब जाने, इस कब्र में तक जाने की आवश्यकता नहीं है, क्योंकि वे अब सड़ चुके होंगे, बदबू आ रहे होंगे। ऐसे आमीन बातों को कहकर वो यीशु मसीह को रोकता है। നാം തുടങ്ങി വെച്ച ചില പ്രൊജക്റ്റിലായിരിക്കാം, നാം തുടങ്ങി വെച്ച ചില ജോലിയിലായിരിക്കാം, നമ്മുടെ മക്കളുടെ വിഷയത്തിലായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നുവെങ്കിൽ അവൻ 4-ാം ദിവസമാണെങ്കിലും നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. हो सकता है कि हमने किसी प्रोजेक्ट को हमने चालू कर कर छोड़ दिया हो, या किसी काम के बीच में हमने उसे आधा अधूरा छोड़ कर गया हो, या आपके जीवन के किसी विषय के प्रति हो। आमीन। मैं आज आपको एक भरोसा दिलाना चाहता हूँ कि आपके जीवन के हर परिस्थिति को पूरा करने के लिए परमेश्वर आपके बीच में निश्चय आने वाला प्रभु है। കരയുന്ന നിസ്സഹായരായിരിക്കുന്ന ബലഹീനരായിരിക്കുന്ന ജനത്തെ ഇനി ഇവരെ ഉയർത്തിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് ബുൾഡോസർ കൊണ്ട് അവന്റെ ഭവനത്തെ ഇടിച്ചു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ നഷ്ടപ്പെട്ടു പോയതിനെ പേര് ചൊല്ലി വിളിച്ച് മടക്കി കൊണ്ടുതരുന്ന ദൈവമായ എന്റെ ദൈവം. അത് നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവം മടക്കി തരും. और ऐसा हमारा परमेश्वर नहीं है कि जो लोग निराशा में हैं और जो आंसू बहाते हैं उनके घर तक आमीन उनकी परिस्थितियों के ऊपर परमेश्वर बुलडोजर चढ़ाकर उनको नष्ट कर देता है। आमीन। ये अब से कोई काम का ना रहेगा ऐसे बोलकर उनको छोड़ने वाला प्रभु नहीं है, परंतु आपको जो भी आपके जीवन में नष्ट हुआ है उसको दुगुना लौटा कर देने वाला एक परमेश्वर है, और उसी परमेश्वर में विश्वास करना है और उसी प्रभु से हमें प्रार्थना भी करना है। ഇവിടെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ് കാണുന്നത്. മരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ അഴുകി തുടങ്ങി. മരിച്ചു, നാറ്റം വെച്ചു, ഇനിയും യാതൊരു കാരണവശാലും ലാസറിനെ കുറിച്ചൊരു ആശ വയ്ക്കേണ്ട അതില്ല എന്നവർ നിശ്ചയിച്ചു കഴിഞ്ഞു.
और यहाँ पर एक आशाहीन परिस्थिति को हम देखते हैं, क्योंकि लाजर मर चुका था, 4 दिन बीत चुका है, शरीर को सड़ने की अवस्था में पहुँच गई हैं, अब उस सड़ाहट से कोई भी बचा नहीं पाएगा। ऐसी एक सोच में वो यीशु मसीह वहाँ पर पहुँचता है, और ऐसे आशाहीन परिस्थिति को आशा के में बदलने वाला प्रभु है वो। യേശു മാർത്തയുടെയും മറിയയുടെയും അവരുടെ വെൽവിഷേഴ്സിന്റെയും കരച്ചിൽ കണ്ടിട്ട് യേശുവിനും സങ്കടമുണ്ടായി. അവനും കരയുക ചെയ്യുന്നത്. അവൻ അവിടെ ക്രിട്ടിസൈസ് ചെയ്യല്ല, പിന്നെയോ കരയുന്നവരോട് യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ സേവിക്കുന്നത്. और यीशु मसीह यहाँ पर क्या करता है कि उसके आस-पास के लोग और मार्था के और मरियम के आँसुओं को देखकर वचन वहाँ पे कहता है कि वो भी रोया। और यहाँ एक यीशु को हम इस प्रकार देखते हैं कि रोने वालों के ऊपर आलोचना नहीं करता है, उनके ऊपर टिप्पणी नहीं बोलता है, परंतु रोने वालों के साथ आँसू बहाने वाला एक परमेश्वर को हम और आप सेवा करते हैं, उसी प्रभु से हम प्रेम भी रखते हैं। ഇന്ന് കാണുന്ന സിറ്റുവേഷനിൽ നിന്ന് ലാസറിനെ ജീവനോട് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റും ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അറിവ് നമുക്കുണ്ട്. और आज देखने वाले कोई भी परिस्थिति में से आमीन हमें आमीन पूर्ण रीति से कोई भी ऐसी इलाज नहीं है जो हमें आमीन बाहर ले आ पाएगा, ऐसा एक विचार हमारे अंदर है। നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന നിങ്ങളുടെ ശാരീരിക സ്ഥിതിയിൽ, രോഗത്തിൽ അതിനെ റീസ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അലോപ്പതിയും ഒരു ആയുർവേദവും ഒരു ഹോമിയോയും ഒരു നാച്ചുറൽ തെറാപ്പിയും ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. आप आज जो परिस्थिति में हैं, आज जो बीमारी में है, उसको पूर्ण रीति से आपको बचाकर बाहर ले आने वाले ऐसे कोई भी, चाहे हमें प्रकार की दवाई क्यों ना हो, किसी ने भी ऐसा एक विद्या को कभी बाहर ले आया नहीं है। എന്നാൽ യേശു അതിന് പറയുന്നൊരു ഫോർമുലയുണ്ട്. लेकिन यीशु वहाँ पर कहने वाले फॉर्मूला को हम देखते हैं। യേശു ചോദിച്ചില്ല നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് ട്രീറ്റ് ചെയ്യാൻ. यीशु मसीह ने ये नहीं पूछा कि तुम्हारे पास कितना रुपया है इलाज कर सके। നിങ്ങളുടെ സംഘടന നിങ്ങളെ സഹായിക്കുമോ? यीशु ये भी नहीं पूछता है क्या तुम्हारी संस्था तुम्हारी मदद करेगा क्या? ഇതിന്റെ പേരിൽ കുറച്ച് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? क्या इस नाम से हम कुछ पैसे को इकट्ठा कर पाएंगे क्या? ഇതാണല്ലോ ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. आज दुनिया यही बातों को ढूंढते रहते हैं और इसी बातों के पीछे लगे रहते हैं। സോഷ്യൽ മീഡിയാസ് അത് ഏറ്റെടുക്കും. കളക്ഷന് വേണ്ടി എത്ര കോടി വേണമെങ്കിലും അവർ കളക്ട് ചെയ്യാൻ തയ്യാറാ. और आज की सोशल मीडिया में लोग ऐसे पैसे इकट्ठा करने के लिए बहुत उत्सुक रहते हैं, और चाहे कितने भी करोड़ रुपया क्यों ना हो वे इकट्ठा कर भी देते हैं। എത്ര കോടി കളക്ട് ചെയ്താലും ഇതിനെ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്, ഒരു പരിഹാരം ഇന്ന് വരെ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. आप चाहे कितने भी करोड़ रुपया इकट्ठा क्यों ना करे, ऐसी परिस्थितियों में से, ऐसी बीमारियों में से आपको बाहर ले आने वाला ऐसी कोई भी इलाज दुनिया में किसी ने भी ढूंढ कर नहीं निकाला है। അങ്ങനെ നിരാശയിലായിരിക്കുന്ന ദൈവത്തിലെ യേശു നിന്നോടൊരു ഫോർമുല പറയുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ऐसे निराशा में जाने वाले परमेश्वर के लोगों, परमेश्वर आपको एक इलाज देता है, वो यह है कि आप यदि विश्वास करोगे तो परमेश्वर की महिमा को आप देखोगे। നിന്റെ കഠിന പരിശ്രമങ്ങളും നിന്റെ സമ്പാദ്യവും വ്യർത്ഥമായി തീരുമ്പോൾ യേശു പറയുക, നിനക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? നിനക്ക് ഇന്ന് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ മടക്കി തരുവാൻ ഞാൻ തയ്യാറാണ്. ये आपके आमीन सारी जो कमाई है, आपकी जो भी धन संपत्ति है, जब सब नष्ट हो जाते हैं, यीशु मसीह आपको एक बात को बताना चाहता है कि केवल हम प्रभु यीशु में विश्वास करने के लिए तैयार हैं, तो हम प्रभु की महिमा को देखने के लिए परमेश्वर हमें मदद भी करता है। അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാം നഷ്ടമായി തീരുമ്പോൾ, ഇത്രയും ജീവിതത്തിന്റെ മുഴുവൻ നഷ്ടമായി തീരുമ്പോൾ, ജീവിതത്തിന്റെ പ്രവൃത്തി അധ്വാനം നഷ്ടമായി തീരുമ്പോൾ, ഒരു ഷോർട്ട് കട്ടിലൂടെ നിന്റെ ജീവിതത്തെ പച്ച പിടിച്ചെടുപ്പിക്കാൻ കഴിവുള്ള യേശുവിനെയാണ് തോംസൺ സേവിക്കുന്നത്.
यही बात मैं शुरुआत में भी कह रहा था कि आपके जीवन के जब हर एक परिस्थिति जब बिगड़ते जाते हैं, जब सब कुछ नष्ट होने की अवस्था में आपका जीवन पहुँच जाता है, तो उस नष्ट होने की परिस्थिति में से सब कुछ पुनर्हासिल कराने के लिए एक सर्वशक्तिमान परमेश्वर का हम आज सेवा करते हैं। യേശു പറഞ്ഞില്ല നിന്റെ ചെക്ക് എടുത്ത് നീ ഒരു എമൗണ്ട് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ല. यीशु मसीह ने ऐसा नहीं कहा कि तू अपने चेक निकाल कर रखे और उसमें जो अपनी मर्जी के एक रकम उस पर लिख दे और उतना रकम मैं तुझे दे दूंगा। യേശു പറഞ്ഞില്ല നിന്റെ പോക്കറ്റിലുള്ളതെല്ലാം ഇനി കൊണ്ടുപോവാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞില്ല. यीशु मसीह ने ये भी नहीं कहा कि तेरे जेब में कि जितने पैसे हैं वो सब ले आ जा, मैं तुझे उसी से आशीष दूंगा। യേശു പറഞ്ഞൊരു കാര്യം, ഒരു ഷോർട്ട് കട്ട് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക ഇന്ന് പകൽക്കാലം. यीशु मसीह यहाँ पर एक बड़े आमीन जो एक साधारण एक बात को यहाँ पर कहता है, वो आमीन इस प्रकार से है कि यदि तू विश्वास करे तो परमेश्वर की महिमा को देखेंगे। ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? 25 വർഷമായി, 30 വർഷമായി, 40 വർഷമായി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. എന്റെ ജീവിതം ഇന്നുവരെ ഒരു സക്സസ് അല്ല, എന്റെ ജീവിതം ഒരു ഫെയിലിയർ ആണ് ചിന്തിക്കുന്ന ദൈവവേദലേ, ഒരു ഷോർട്ട് കട്ടിലൂടെ നിന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ, റീസ്റ്റോർ ചെയ്യുവാൻ, നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. और आप अभी ये बात को समझ पा रहे होंगे कि आप पिछले 25 साल से, पिछले 35 साल, पिछले 40 साल से आप बहुत कष्ट उठा रहे हैं, लेकिन आपके जीवन में आज तक किसी प्रकार की आमीन एक आशीष में, अनुभव में आप नहीं पहुंच पाए। ऐसी परिस्थिति में आप पाए जाते हैं, तो यीशु मसीह आपसे कहता है कि हमें केवल विश्वास करना है और उसके बाद परमेश्वर की महिमा को हम अपने जीवन में देख पाएंगे। നിങ്ങളൊരു പേരൻസ്, മാതാപിതാവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവരെ നല്ല നിലയിൽ നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പരാജയത്തിലിരിക്കുന്ന ദൈവവേദലേ, നീ വിശ്വസിക്ക്, അവരെ തിരിച്ചു കൊണ്ടുവന്ന് തരുവാൻ ദൈവത്തിന് സാധിക്കും. और आप माता-पिता होने के नाते आप ऐसे विचार में, पराजय के सोच में आप बैठे हैं कि आप अपने संतानों को एक अच्छी नौकरी दिलाने के लायक आप उन्हें अच्छे से शिक्षा नहीं दिला पाए। ऐसी परिस्थिति में आप पाए जा रहे हैं, तो प्रभु का वचन कहता है कि आप केवल विश्वास करना है। आपके बच्चों को लौटाकर जो नष्ट हुआ है, वो देने के लिए परमेश्वर सामर्थी हैं। ഞാൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാളാണ്, പക്ഷെ എനിക്കിതുവരെ ഒന്ന് സക്സസ് ആകുവാൻ സാധിച്ചില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ വിശ്വസിക്ക്, ഒരു ഷോർട്ട് കട്ടിലൂടെ നിന്റെ ജീവിതത്തെ പച്ച പിടിപ്പിക്കുവാൻ എന്റെ കർത്താവ് മതിയായ ദൈവമാണ്. हो सकता है कि आप ऐसे सोच रहे होंगे कि मैं एक व्यावसायिक रूप से अच्छा आमीन अच्छे उपाधि को पाया हुआ एक व्यक्ति है, परंतु जैसे चाहने का था वैसे मेरे जीवन में मैं कुछ पा नहीं पाया हूँ, आर्थिक रीति से भी मैं बढ़ नहीं पाया हूँ। तो प्रभु का वचन आप आज आपको याद दिलाता है कि आप केवल परमेश्वर पर विश्वास रखें, परमेश्वर आपको आपकी परिस्थिति में बदलने के लिए वह कार्य करेगा। ഹോപ്പ്ലെസ് ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നീ കൈപ്പോടെ കരയുമ്പോൾ യേശു നിന്നോടൊപ്പം കരയുക, അവൻ നിന്നെ മാറി എന്ന് പരിഹസിക്കുകയല്ല. और जब आशाहीन परिस्थिति में सब कुछ नष्ट हुआ, ऐसी कड़वाहट की सच को अपनाकर आप जब आंसू बहाकर रोते हैं, तो यीशु मसीह भी आपके साथ मिलकर आंसू बहाता है। वो ऐसा नहीं कि बगल में खड़े रहकर हमारी मजाक उड़ा रहे हैं। ആ യേശുവിന്റെ ചോദ്യത്തിന് നീ മറുപടി ഇന്ന് നൽകുമോ? നിന്റെ ജീവിതം വ്യത്യാസം വരും, ചേഞ്ച് ആയി തീരും. यीशु मसीह के सवाल के सामने यदि आप जवाब देने के लिए आप अपने आप को समर्पित करते हैं, तो आपके जीवन में एक बड़ी बदलाहट को प्रभु ले आएगा। ആർ യു റെഡി ടു ബിലീവ്? അതാ ചോദ്യം. നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. यीशु मसीह यही बात को, यही सवाल को पूछता है, क्या तुम विश्वास करने के लिए तैयार हो तो तुम प्रभु की महिमा को देखोगी। അവന് സർവശക്തനും സൃഷ്ടാവായ ദൈവമാ, അവന്റെ ഒരു വാക്ക് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അവന്റെ ഒരു വാക്ക് മതി ഇന്ന് വരെ നിന്റെ നഷ്ടപ്പെട്ടു പോയതിനെയെല്ലാം നിരയായിട്ട് അക്കമിട്ട് മടക്കി നിന്റെ കയ്യിൽ കൊണ്ടു തരുവാൻ.
वो आमीन आपके आमीन हर एक नष्ट हुए बातों को आमीन एक सृष्टिकर्ता परमेश्वर होने के नाते वे सब कुछ पुनर्स्थापित कर सकता है। आपके नष्ट हुए सब को लौटा कर देने के लिए एक शब्द काफ़ी है। ഇതാ യേശു കല്ലറയുടെ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്നു നിന്ന് ഒരു ശബ്ദം, ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ലാസറേ പുറത്തു വാ. പ്രൈസ് ദി ലോർഡ്. ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. यीशु मसीह लाजर के कब्र के बाहर जाकर से केवल एक ही शब्द को कहने पाया, हे लाजर उठकर बाहर आ। और एक शब्द काफी था कि लाजर उस कब्र में से उठकर बाहर आ गए। നിനക്കെതിരായി പൊടി പിടിച്ചിരിക്കുന്ന ഫയലുകളെ തട്ടിയെടുത്ത് ജീവനുള്ളതായി പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. आपके विरोध में मिट्टी लगी हुई ऐसे दस्तावेजों को उस मिट्टी को हटाकर आपके लिए कार्रवाई करवाने के लिए मेरा परमेश्वर के लिए एक क्षण काफी है। वो आपके लिए वो सारी बातों को कर कर पूरा करेगा। കൈവിട്ടു പോയി എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെ പ്രൈസ് ദി ലോർഡ് ദൈവഭക്തരായി മടക്കി കൊണ്ടുവന്ന് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറയിപ്പിക്കുവാൻ എന്റെ കർത്താവിന് സാധിക്കും. और आपके बच्चे जो हैं आपके हाथों से आपके नियंत्रण से चले गए हैं, ऐसे बिगड़ गए हैं, ऐसी अवस्था में आप यदि अपने बच्चों के प्रति चिंतित है तो यीशु मसीह का एक शब्द काफी है कि आपके बच्चे लौट कर आकर आपके साथ हाथों में हाथ मिलाकर परमेश्वर की उपस्थिति में स्तुति और प्रार्थना करने के अनुभव में लौटा लाए। ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനം ഈ ലോകത്തിലെ തിയോളജിയും ഫിലോസഫിയും പൊളിറ്റിക്സും സൈക്കോളജിക്കും മനസ്സിലാകത്തില്ല. ഇത് ദൈവികമാണ്, ഡിവൈൻ പവർ ആണ്. और ये विश्वास का जो आमीन अनुभव है, इस दुनिया का कोई भी धर्म विज्ञान हो या कोई भी प्रकार की शिक्षा हो, आप में इस बात को समझाने में वे काबिल नहीं होंगे, क्योंकि ये परमेश्वर की दैविक आत्मा की कार्य है जो आप और हमारे जीवन में हम अनुभव करते हैं। ഒന്നുകൂടെ പറയട്ടെ, എന്റെ യേശുവിന്റെ ഒരു ശബ്ദം മതി നിന്റെ ജീവിതം ഇന്ന് പകൽക്കാലം മാറി മറിയുവാൻ. एक और बार मैं आपको याद दिलाता हूं कि यीशु मसीह का एक आवाज काफी है कि आपका जीवन को पूर्ण रीति से बदल देने के लिए। യേശുവിന്റെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, നീ വിശ്വസിക്കാൻ തയ്യാറാണോ? यीशु मसीह का मांग एक ही है, क्या हम विश्वास करने के लिए तैयार है? നിന്റെ യാതൊരു സമ്പത്തും അവന് ആവശ്യമില്ല. आपके किसी भी प्रकार की धन संपत्ति को वो चाहता नहीं है। നിന്റെ യാതൊരു ബുദ്ധിയും എന്റെ യേശുവിന് ആവശ്യമില്ല. आपके किसी भी प्रकार की बुद्धि को वे चाहते नहीं हैं। നിന്റെ യാതൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും എന്റെ യേശുവിന് ആവശ്യമില്ല. आपके किसी भी प्रकार की जो राजनीतिक जो आपकी पहचाने हैं वे उसे नहीं चाहिए। എല്ലാം പരാജയപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി അത് മടക്കി ലഭിക്കയില്ല എന്ന് ചിന്തിക്കുന്ന ദൈവവേദലെ ഇപ്പോൾ നീ വിശ്വസിക്കുമോ? നിന്റെ ജീവിതത്തിൽ അത് മുഴുവൻ ദൈവം മടക്കി തരാൻ വിശ്വസ്തനാണ്. और आपके जीवन में सब कुछ पराजित हो गया है, सब कुछ नष्ट हुआ है, ऐसे सोचने वाले अवसर में आप आज विश्वास करते हैं क्या कि यीशु मसीह सारे नष्ट हुए बातों को लौटाने के लिए सर्वशक्तिमान है? നീ ഹൃദയത്തിൽ കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ? എന്റെ ദൈവമേ, ഇതുവരെ എന്റെ ജീവിതം പരാജയമായിരുന്നു, എന്നാൽ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ നീ മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആ ദൈവം നിനക്ക് മടക്കി തരും. यदि आप अपने आप में आंसू बहाकर प्रभु की उपस्थिति में यदि प्रार्थना करने के लिए तैयार है, प्रभु के सामने ऐसे कहने के लिए तैयार है कि ये प्रभु, मैं अब तक मेरा जीवन एक पराजय का कारण था, लेकिन मैं आप में विश्वास करता हूं कि आप मेरे जीवन में जो नष्ट हुआ है वो सब लौटाने के लिए सर्वशक्तिमान है, तो प्रभु ऐसा ही आपका जीवन में करेगा। നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. और ऐसे हमारे जीवन में भी होने पाए ये प्रार्थना करते हुए इस संदेश को मैं समाप्त करता हूँ।